ഭസ്മണി ആ വിചാരിക്കുര്യം മിത്ര സമുച്ചതേ. നിന്റെ അയൽവാസി, നിന്റെ സതീർത്ഥ്യൻ, നിന്റെ സഹപാഠി, നിന്റെ ഉദരൻ. നമ്മൾ സഹോദരൻ എന്ന് പറയുന്ന വാക്കിനെ ഒന്ന് ഇടകീറി പരിശോധിച്ചാൽ ഉദരൻ എന്ന് പറയുന്ന വയറ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും, ഇവിടെ സംസാരിച്ച സന്യാസ ശ്രേഷ്ഠൻ, ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. ഉദരം എന്ന് പറഞ്ഞ വയറ്. ഉദരൻ, എന്നോടൊപ്പം എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നവൻ. ഇവിടെ സംസാരിച്ച ആ സന്യാസിയെ, ആ ഫാദറിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന സഹോദര എന്നാണ്. ഉദരൻ എന്നാ വിളിക്കുക. എത്ര ശ്രേഷ്ഠമായ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിന്റെ സഹോദരനെ, നിന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു അസ്ത്രം വരുന്ന സമയത്ത് ഒരു ഈച്ച മാറിയാൽ അതിന്റെ പോള കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടി അടക്കുന്നത് പോലെ നിന്റെ സഹോദരനെ സംരക്ഷിക്കണമെന്ന് പറയുന്ന സിദ്ധാന്തമാണ്, താത്വികമായ ആശയങ്ങളാണ് സനാതന ധർമ്മം പഠിക്കുന്നത്. സനാതന ധർമ്മം എന്താ? നിങ്ങളുടെ അടുത്തുള്ള ഏതൊരു മനുഷ്യനോടും, വിദ്വേഷം പറയുന്ന ഏതൊരു മനുഷ്യനോട് ചോദിച്ചു നോക്ക്, എന്താണ് സനാതന ധർമ്മം? പറയില്ല, അറിയില്ല. സത്യം പ്രിയം സത്യമപ്രിയ പ്രിയം ഛാനാനർത്ഥം ഏകേച്ഛ സനാതന. ഇതാണ് സനാതന ധർമ്മം. ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് സനാതന ധർമ്മം എന്ന് ചോദിച്ചാൽ പറയും അത് ശാശ്വതമായി നിലനിൽക്കുന്ന ധർമ്മം എന്നാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ സത്യം സത്യം മാത്രം പറയുക, പ്രിയമുള്ള സത്യങ്ങൾ മാത്രം പറയുക. സത്യമപ്രിയം പ്രിയം ഛാനാനർത്ഥം ഏകേച്ഛ സനാതന. അപ്രിയമായ സത്യങ്ങൾ കളവ് പറയരുത്. ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും കളവ് പറയരുത്. ഏകേച്ഛ സനാതന. ഇതാണ് സനാതന ധർമ്മം. ഇതാണോ മതം? ഇതാണ് ആശയം. അല്ലാഹു തആല നമുക്കിടയിലുള്ള ഐക്യവും സന്തോഷവും സമാധാനവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ സ്നേഹം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഇത്തരം മജ്‌ലിസുകൾ, ഇത്തരം സംഗമങ്ങൾ, ഇത്തരം ഒരുമിച്ച് കൂടൽ മനുഷ്യനായി തീരാൻ വേണ്ടിയുള്ള സന്ദേശങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇന്നത്തെ വേദികൾ അതിനല്ല. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്താൻ. ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കാണുമ്പോൾ നിന്നെ ഞാൻ കാച്ചിക്കളയും, ആരും ഞങ്ങളെ വെറുപ്പിക്കണ്ട, ആരും ഞങ്ങളെ ഇത് പറയാനല്ല. ഇത് മതമല്ല, ഇത് ആനക്ക് പൊട്ടുന്ന മതമാണ്. മതത്തിന് തായാണ്. ആ താ മാറി കഴിഞ്ഞാൽ ആനക്ക് പൊട്ടുന്ന വിഭ്രാന്തിയുടെ പേരാണ് മതം. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മനുഷ്യൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്രപുത്രനോ കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ എന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാണ്, പാടിയാണ് അനുകമ്പ ദശകത്തിൽ. ആ ശ്രീനാരായണ ഗുരുവിന്റെ ആളുകൾ ശ്രീനാരായണ ഗുരുവിന്റെ സഭ്യതയിലാണ് സംസാരിക്കേണ്ടത്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കൂ. എന്റെ പിന്നിൽ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠരുണ്ട്, പല മതവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചവരുണ്ട്. ഞാൻ ഇവിടുന്ന് എല്ലാവരെയും കാച്ചിക്കളയും. ഞങ്ങളോട് ആരും കളിക്കണ്ട എന്ന് പറഞ്ഞാൽ എത്ര അശ്ലീലമാണത്, എത്ര മോശമാണത്. അതുകൊണ്ട് മതമുള്ളവർ, മതവിശ്വാസികൾ മതത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. മതം കയ്യിൽ നിന്ന് പോയാലോ? മതം കയ്യിൽ നിന്ന് പോയിട്ട് മനുഷ്യനായ ഒരാളെ കാണിച്ചു തരാൻ കഴിയും. ഞാൻ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് സഖാഫി ഉസ്താദിനെയും മുസ്തഫ സഖാഫി ഉസ്താദിനെയും ഞാൻ ഒരു പോസ്റ്റ് കാണിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാം ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത്. ആരിഫ് ഹുസൈന്റെ പുതിയ പോസ്റ്റുകൾ കണ്ടിരുന്നു. ആരിഫ് ഹുസൈന്റെ ഉമ്മ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ഉമ്മക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. വർത്തമാന കാലഘട്ടത്തിൽ മക്കള് മതവിശ്വാസം കുറഞ്ഞു പോകുന്നതിൽ നമ്മൾ ജാഗ്രത വേണം. കാരണം മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യനല്ലാതായി മാറുകയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മതവും മനുഷ്യനും കൂടി ഭൂമി പങ്കുവെച്ചു എന്നൊക്കെ പാഠരസമാണ്. പക്ഷേ മലയാളത്തിലെ MLA ആയ ബഹുമാനപ്പെട്ട PT തോമസ് മരിക്കാൻ നേരത്തെ ഒരു വസിയത്തായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൃതദേഹത്തിന്റെ സമീപത്ത് ഒരു പാട്ട് വെക്കണം. നിങ്ങൾ ആ വസിയത്ത് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടാവില്ല. ഉമാ തോമസിന്റെ ഭർത്താവ് PT തോമസ് മരിക്കാൻ നേരത്തെ PT തോമസിന്റെ വസിയത്ത് ഇതായിരുന്നു, എന്റെ ജഡത്തിന്റെ സമീപത്ത് ഒരു പാട്ട് വെക്കണം. ഏതാ? വയലാറിന്റെ ചന്ദ്രകളഭം ചാർത്തി വരും ഒരു തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അഥവാ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ പോലും അവന്റെ നെഫ്സ് പറയുന്നത് ആത്മകഥ ചെയ്യുകയാണ്. ഇനിയൊരു അവസരമുണ്ടോ? PT തോമസ് വിശ്വാസിയാകട്ടെ, വിശ്വാസിയാകാതിരിക്കട്ടെ, വിശ്വാസി അല്ലെങ്കിൽ പോലും PT തോമസിന്റെ മൃതശരീരത്തിൽ പറയാനുള്ളത്, നിശ്ചലമായ ബോഡിക്ക് പറയാനുള്ളത്
പാട്ടിലൂടെ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി?